ഓം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സംസരസ്വത്യൈ നമഃ. പീതാംബരംകരവിരാജിതശംഖചക്ര കൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായമതിസുന്ദരമന്ദഹാസം വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം 6-ാം സ്കന്ധം, നാരായണീയം, ദശകം 22, 23 ദശകങ്ങളിലായിട്ടാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. നാരായണീയം ദശകം 22, അജാമിളോപാഖ്യാനം. അജാമിളോ നാമ മഹീസുരപുരാ ചരൻ വിഭോ ധർമ്മപദാൻ ഗൃഹാശ്രമീ ഗുരോർഗിരാകാനനമേത്യ ദൃഷ്ടവാൻ സുദൃഷ്ടശീലാം കുലടാമദാകുലാം. ഹേ വിഭോ, പണ്ടുകാലത്ത് ഗൃഹസ്ഥാശ്രമിയും ധർമ്മപദചാരിയുമായി അജാമിളൻ എന്ന പേരിൽ ഒരു ബ്രാഹ്മണനുണ്ടായിരുന്നു. സ്വപിതാവിൻ്റെ ഇച്ഛാനുസരണം ഒരാവശ്യത്തിന് വനത്തിലേക്ക് പോയ അജാമിളൻ ധിക്കാര സ്വഭാവിയും മതാന്തയുമായ ഒരു കുലടയെ കണ്ടു. സ്വതഃ പ്രശാന്തോപി സത്തദാ ഹൃദാശയ സ്വധർമ്മമുത്സൃജ്യ ദയാ സമാരമൻ അധർമ്മകാരീ ദശമീ ഭവൻ പുനർദദൗ ഭവൻ നാമയുധേ സുതേരതിം. ശാന്തശീലനായിരുന്നെങ്കിലും അവളുടെ വശീകരണത്തിന് വിധേയനായി പഴയ ശീലം വിട്ട് അജാമിളൻ സ്വധർമ്മമുപേക്ഷിച്ച് അവളുമൊത്ത് രമിച്ചു വന്നു. ഈ വിധത്തിൽ അധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് വൃദ്ധനായി തീർന്നു. അയാൾ അങ്ങയുടെ നാമമുള്ള നാരായണൻ എന്ന് നാമമുള്ള തൻ്റെ പുത്രനെ അത്യധികം സ്നേഹിച്ചു. സമൃത്യുകാലേ യമരാജകിങ്കരാൻ ഭയങ്കരാം ശ്രീനഭിലക്ഷയൻ ഭിയാ പുരാമനാസ്മൃതിവാസനാബലാൽ ജുഹാവനാരായണ നാമകം സുതം. മരണകാലമായപ്പോൾ പേടിപ്പെടുത്തുന്ന ആകൃതിയോടുകൂടിയ 3 യമരാജഭടന്മാരെ തൻ്റെ മുൻപിൽ കണ്ട അജാമിളൻ പണ്ടുകാലത്ത് ഭക്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ വാസനാബലം കൊണ്ട് നാരായണനെന്നു പേരായ സ്വപുത്രനെ വിളിച്ചു. ദുരാശയസ്യാപി തദാസ്യ നിർഗതത്വദീയനാമാക്ഷരമാത്ര വൈഭവാത് പുരോഭിപേദൂർഭവദീയ പാർഷദാ ചതുർഭുജാ പീതപടാ മനോരമാ. അയാളിൽ നിന്ന് നിർഗളിച്ച ഭഗവൻ നാമാക്ഷരത്തിൻ്റെ ശക്തിയാൽ ദുർമതിയായിരുന്നിട്ടും മുമ്പിൽ ചതുർഭുജങ്ങളും മഞ്ഞവസ്ത്രവും ഉള്ള അങ്ങയുടെ മനോഹരന്മാരായ കിങ്കരന്മാർ ഉടനെ എത്തിച്ചേർന്നു. അമും ച സംഭാഷ്യ വികർഷദോ ഭടാൻ വിമുഞ്ചതേദ്യാരുരുദൂർബലാദപി നിവാരിതാസ്തേ ച ഭവജ്ജനൈസ്തദാ തദീയപാപം നിഖിലം നിവേദയൻ. അജാമിളനെ കയറിൽ കുടുക്കി വലിക്കുന്ന യമഭടന്മാരെ അങ്ങയുടെ സേവകന്മാർ വിടുകയെന്ന് പറഞ്ഞുകൊണ്ട് ശക്തിപൂർവം തടുത്തു. അവരാൽ തടുക്കപ്പെട്ട യമഭടന്മാർ അയാളുടെ പാപങ്ങൾ മുഴുവൻ അപ്പോൾ പറഞ്ഞു കേൾപ്പിച്ചു. ഭവന്തു പാപാനി കഥം തു നിഷ്കൃതേ കൃതേ വിഭോ ദണ്ഡ നമസ്തി പണ്ഡിതാ
ന നിഷ്കൃതി കിം വിദിതാ ഭവാദൃശാമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. അതിന് അങ്ങയുടെ ഭൃത്യന്മാർ പറഞ്ഞു, പാപങ്ങൾ ഉണ്ടായാൽ എന്ത്? പണ്ഡിതരെന്ന് അഭിമാനിക്കുന്നവർക്ക് പ്രായശ്ചിത്തം ചെയ്താൽ പിന്നീടെന്തു ദണ്ഡമാണുള്ളത്? പ്രായശ്ചിത്തത്തിൻ്റെ മഹത്വം നിങ്ങൾക്ക് പോലും അറിയില്ലെന്നോ? ശ്രുതിസ്മൃതിഭ്യാം വിഹിതാ വ്രതാദയാ പുനന്തി പാപം ന ലുലുന്തി വാസനാം അനന്തസേവാ തു നൃഗന്ധതി ത്വയീമിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. ഹേ പ്രഭോ, അങ്ങയുടെ കിങ്കരന്മാർ പറഞ്ഞു, വേദപുരാണങ്ങളിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള വ്രതാചരണങ്ങൾ പാപത്തെ പരിഹരിക്കുന്നു, പക്ഷേ പാപം ചെയ്യാനുള്ള വാസനയെ നശിപ്പിക്കുന്നില്ല. വിഷ്ണുസേവ രണ്ടിനെയും നശിപ്പിക്കുന്നു. അനേന ഭോജന്മ സഹസ്രകോടിഭി കൃതേഷു പാപേക്ഷു നിഷ്കൃതി കൃതാ യഥാ ഗ്രഹന്നാമ ഭയാകുലോ ഹരേരിതി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. അല്ലയോ യമകിങ്കരന്മാരെ, അജാമിളൻ 1000 കോടി ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്തിരിക്കുന്നു. ഭയാകുലനായി ഹരിനാമം ഉച്ചരിച്ചത് ഏറ്റവും വലിയ പ്രായശ്ചിത്തമാണ്. ഹേ പ്രഭോ, ഭഗവാന്റെ പരിജനങ്ങൾ ഇത്രയും പറഞ്ഞു. നൃണാമബുദ്ധ്യാപി മുകുന്ദ കീർത്തനം ദഹത്യഗൗഖാൻ മഹിപാസ്യ താദൃശ യദാഗ്നിരേദാംസി യദൗഷധം ഗദാനിധി പ്രഭോ ത്വൽപുരുഷാ ബഭാഷിരേ. അവർ തുടർന്നു മനസ്സറിയാതെ സംഭവിച്ചതാണെങ്കിലും ഭഗവൻ നാമോച്ചാരണം മനുഷ്യൻ്റെ പാപങ്ങളെ ദഹിപ്പിക്കുന്നു. അതിൻ്റെ മഹിമ അത്തരത്തിലുള്ളതാണ്. അഗ്നി വിറകിനെയും ഔഷധം രോഗങ്ങളെയും ദഹിപ്പിക്കുന്നത് പോലെയാണത്. ഇതീര്യധൈര്യാമ്യ ഭടൈരപാശ്രുതേ ഭവത്പടാനാച്ച ഗണേ തിരോഹിതേ ഭവൽ സ്മൃതിം കഞ്ചന കാലമാചരൻ ഭവൽപദം പ്രാപി ഭവൽപടൈരസൗ. ഇതു കേട്ട് പിന്മാറിയ യമഭടന്മാരെ തുടർന്ന് അങ്ങയുടെ ഭടന്മാരും അപ്രത്യക്ഷരായി. ഇങ്ങനെ കുറേ കാലം അങ്ങയെ സ്മരിച്ചു ജീവിച്ച അജാമിളൻ പിന്നീട് അങ്ങയുടെ ഭടന്മാരാൽ പരമപദത്തിലേക്ക് തന്നെ നയിക്കപ്പെട്ടു. സ്വകിങ്കരാവേദനശങ്കിതോ യമസ്ത്വദംഘ്രിഭക്തേഷു ന ഗമ്യതാമിധി സ്വകീയഭൃത്യാന ശിശിക്ഷതുച്ഛകൈ സദേവ വാതാലയനാഥ പാഹി മാം. തൻ്റെ കിങ്കരന്മാർ പറഞ്ഞു കേൾപ്പിച്ചതു കേട്ട് ശോകാകുലനായ ധർമ്മരാജാവ് അങ്ങയുടെ പാദഭക്തരുടെ അടുക്കൽ പോകരുതെന്ന് സ്വന്തം ഭൃത്യന്മാരെ ഉറക്കെ ശാസിച്ചു. ഇങ്ങനെ ഭക്തസംരക്ഷകനായ ഗുരുവായൂരപ്പ, എന്നെ രക്ഷിക്കണേ, ഗുരുവായൂരപ്പ രക്ഷിക്കണേ. ശ്രീഹരയേ നമഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായേ നമഃ.